ഒരിടത്ത് ഒരു വയസ്സൻ പാമ്പുണ്ടായിരുന്നു. ഇഴയാൻ പോലും വയ്യ. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കും. ഇര പിടിക്കാനും അവന് കഴിവില്ല. അതുകൊണ്ടെന്താ, വിശന്ന് വിശന്ന് വയറ് പൊരിഞ്ഞു. അങ്ങനെ കിടക്കുന്ന വയസ്സൻ പാമ്പിനെ ഒരു തവള കണ്ടു. പാമ്പിനെ കണ്ടതും അവൻ പേടിച്ച് കുറേ ഓടി. തിരിഞ്ഞു നോക്കിയപ്പോൾ പാമ്പ് കിടന്നിടത്ത് നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല. ചത്തു കിടക്കുകയാവുമോ? തവളയ്ക്കൊരു സംശയം. ഒന്ന് നോക്കിയാലോ? കൗതുകമടക്കാനാകാതെ തവള മടങ്ങി പാമ്പിന്റെ അടുത്ത് വന്നു. എത്തി നോക്കി. അപ്പോൾ പാമ്പ് കണ്ണൊന്ന് ചിമ്മി, നാവ് പതുക്കെ നീട്ടി. അമ്പടാ, ഇവൻ ചത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ തവളയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. എന്തിനു പേടിക്കണം? അവൻ അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. തവള സഹതാപത്തോടെ ചോദിച്ചു, അല്ല പാമ്പ് തമ്പുരാനെ, എന്തു പറ്റി? തവളേനിയ, എന്നെ ഒരു മഹർഷി ശപിച്ചു. ഇനിമേൽ തവളകൾ നിന്റെ തലയിലിരുന്ന് സവാരി നടത്തട്ടെ എന്നാണ് ശപിച്ചത്. എനിക്കാണെങ്കിൽ ഇനി അതനുസരിച്ചല്ലേ പറ്റൂ. അത് കൊള്ളാമല്ലോ. ഒരു പാമ്പിന്റെ തലയിൽ കയറിയിരുന്ന് തവള സവാരി നടത്തുക. ഹായ്, എന്താ അതിന്റെ ഒരു പത്രാസ്. പാമ്പിന്റെ തലയിലേക്ക് ചാടിക്കയറാൻ ഒട്ടും ആലോചന വേണ്ടി വന്നില്ല തവളയ്ക്ക്. അടുത്ത നിമിഷം അവൻ പാമ്പിന്റെ വായിലായി. മെല്ലെ വിഴുങ്ങിക്കൊണ്ടിരുന്ന പാമ്പിനോട് മണ്ടൻ തവള ചോദിച്ചു, സന്യാസി ശപിച്ചെന്ന് പറഞ്ഞതോ? പാമ്പ് മിണ്ടിയില്ല. സ്വാദോടെ തവളയെ കുറേശ്ശെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. എടുത്തുചാട്ടം നല്ലതല്ലെന്ന് മനസ്സിലായപ്പോഴേക്കും തവളയുടെ ജീവൻ പോയിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.